ഹായ് ഫ്രണ്ട്സ്, നമസ്കാരം. ഇന്ന് ഓൾറെഡി പാർവതി കുറച്ച് എക്സാം ടിപ്സൊക്കെ തന്നു. ഇതിനി കീമിനെന്നല്ല, നിങ്ങൾക്ക് ഏത് എക്സാമിന് വേണമെങ്കിലും യൂസ് ചെയ്യാൻ പറ്റുന്ന കുറച്ച് ടിപ്സാണ്, എക്സാം ടിപ്സാണ് ഇന്നത്തെ വീഡിയോയിൽ പറയാനായിട്ട് ഉദ്ദേശിക്കുന്നത്. ഫസ്റ്റ് ഓഫ് ഓൾ, നിങ്ങൾക്കിനി കുറച്ച് സമയമുള്ളൂ എക്സാമിന് വേണ്ടിയിട്ട്. സോ യാതൊരുവിധ നെഗറ്റീവ് തിങ്കിങ്ങും പാടില്ല. നെഗറ്റീവ് എന്ന് ഉദ്ദേശിക്കുന്നത് അയ്യോ എനിക്കിനി കിട്ടുമോ, ഇനി ഈ എക്സാം ടഫായിരിക്കുമോ, എന്നെക്കൊണ്ട് പറ്റുമോ എന്നൊക്കെയുള്ള ഒരുപാട് ചിന്തകൾ ഈ സമയത്ത് കുട്ടികൾക്ക് ഉണ്ടാവും. അതായത് ഞാനെല്ലാം പഠിച്ചു കഴിഞ്ഞില്ലല്ലോ, ഇനി ഇത്രയും സമയമല്ലേ ഉള്ളൂ, എനിക്കൊന്നും അറിയത്തില്ലല്ലോ, ഇനി മുന്നോട്ട് പോകാൻ പറ്റുമോ, ഞാനിത് ഡ്രോപ്പ് ചെയ്യണോ, നെക്സ്റ്റ് ഇയർ ചെയ്യണോ, ഒരു വർഷം കൂടെ ഞാൻ ട്രൈ ചെയ്യണോ, ഡ്രോപ്പ് ഔട്ട് ചെയ്യണോ, എക്സാം എഴുതണോ എന്നൊക്കെയുള്ള 1000 ചിന്തകളാണ് പലരുടെയും മനസ്സിലുള്ളത്. അങ്ങനെയുള്ള യാതൊരു ചിന്തകൾക്കും ഇവിടെ സ്ഥാനമില്ല. ഇറ്റ്സ് ലൈക്ക് എ ബ്രേക്ക്. നിങ്ങളിപ്പോൾ ഒരു വണ്ടി ഓടിച്ചുകൊണ്ടിരിക്കുകയാണ്, കാർ ഓടിച്ചുകൊണ്ടിരിക്കുകയാണ്. ആ പോകുന്ന വഴിക്ക് കണ്ടിന്യൂസ് ആയിട്ട് നമ്മൾ ബ്രേക്ക് അടിച്ചാലോ വണ്ടി മുന്നോട്ട് പോവുമോ? ഇല്ലല്ലോ. അപ്പോൾ നമ്മൾ എന്താ ചെയ്യുന്നത് വെച്ചാൽ ഇങ്ങനെയുള്ള നമ്മൾ ഒരു രീതിയിലുള്ള നെഗറ്റീവ് തിങ്കിങ് പാടില്ല. ആ സമയത്തൊക്കെ നമ്മുടെ മനസ്സിൽ ഈ കീമിൻ്റെ ക്വസ്റ്റ്യൻസ്, അല്ലെങ്കിൽ നമ്മൾ എഴുതാൻ പോകുന്ന എക്സാംസിൻ്റെ ക്വസ്റ്റ്യൻസ്, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു കാര്യമൊക്കെ മനസ്സിൽ റീസൈറ്റ് ചെയ്തുകൊണ്ടിരിക്കുക. അല്ലെങ്കിൽ ഇക്വേഷൻസ് പഠിക്കാം, എന്തെങ്കിലും കാര്യങ്ങളെക്കുറിച്ച് ആലോചിക്കാം, ഓർഗാനിക് കെമിസ്ട്രിയിൽ ഇങ്ങനെയാണോ, ആ ക്വസ്റ്റ്യൻ ഇങ്ങനെയാണോ എന്നൊക്കെയുള്ള ചിന്തകൾ മാത്രമേ ഈ സമയത്ത് പാടുള്ളൂ. യാതൊരുവിധ നെഗറ്റീവ് തിങ്കിങ് ഇല്ലെങ്കിൽ തന്നെ നിങ്ങളുടെ പകുതി പ്രശ്നം സോൾവ് ആവും. നിങ്ങൾക്ക് ടെൻഷൻ ഉണ്ടാവില്ല. ഈ നെഗറ്റീവ് തിങ്കിങ്സ് വന്നു കഴിയുമ്പം ഒരുപാട് ഫിസിക്കലി നമുക്ക് എപ്പോഴും ബാത്റൂമിൽ പോകണമെന്ന് തോന്നും, അല്ലെങ്കിൽ ഓരോരുത്തർക്കും ഓരോ രീതിയിലാണ്. അങ്ങനെയുള്ള ഫിസിക്കൽ നമ്മുടെ മനസ്സിൽ എന്തുണ്ടോ അത് നമ്മുടെ ശരീരത്തിനെ അപ്പം തന്നെ അത് അഫക്റ്റ് ചെയ്യും. അപ്പോൾ അങ്ങനെയുള്ള യാതൊരു കാര്യങ്ങളും ഇല്ലാതെ മനസ്സ് കാം ആൻഡ് ക്വയറ്റ് ആയിട്ടിരിക്കുക. അതുപോലെ തന്നെ ഫുഡ്, അൺനെസസറി ആവശ്യമില്ലാത്ത ഒരുപാട് ഫുഡ്സൊക്കെ കഴിച്ചിട്ട്, അതായത് ബേക്കറി അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ അധികം കഴിച്ച് നമ്മുടെ ശരീരത്തിനെ കേടാക്കാതിരിക്കുക. മാക്സിമം ടൈം നമുക്ക് കിട്ടുന്നത് പോലെ എഫക്റ്റീവായിട്ട് കൂടുതൽ ഫ്രൂട്ട്സ്, നട്ട്സ്, അല്ലെങ്കിൽ നിങ്ങൾ യൂസ് ചെയ്യുന്ന ഭക്ഷണം തന്നെ അധികം ഉറക്കം വരാത്ത രീതിയിലുള്ള ഹൈലി ഓയിലി ആയിട്ടുള്ള ഫുഡൊന്നും അധികം കഴിക്കാതെ, വറുത്തതും പൊരിച്ചതൊന്നും അധികം കഴിക്കാതെ നോർമൽ ഡയറ്റ് ചെയ്യുക. ഇടയ്ക്കിടയ്ക്ക് നടക്കുക. എന്തെങ്കിലുമൊക്കെ ഫുൾ ടൈം ചടഞ്ഞുകൂടി ഇരിക്കാതെ ഒരു ഹാഫ് ആൻ അവർ കഴിഞ്ഞിട്ട് ഒരു 5 മിനിറ്റ് ഒന്ന് നടക്കാൻ പോകുക. 5 മിനിറ്റ് ഞാൻ ബ്രേക്ക് എടുക്കുന്നു എന്ന് പറഞ്ഞാൽ പിന്നെയും മൊബൈൽ കുത്താൻ തുടങ്ങി കഴിഞ്ഞാൽ അത് 5 അല്ല 10 അല്ല 15 അല്ല 5 മണിക്കൂറായി മാറും. സോ അങ്ങനെയൊന്നും ചെയ്യാതെ ഫിസിക്കലി ഒന്ന് എഴുന്നേൽക്കുക, ഒന്ന് സാധനവൻ്റെ മുറിക്കുക, ഒന്ന് അടുക്കി പെറുക്കി വെക്കുക, ഒന്ന് നടക്കുക, ഒന്ന് പുറത്തേക്ക് ഇറങ്ങുക, ഒന്ന് ശുദ്ധമായി ശ്വസിക്കുക, അങ്ങനെയൊക്കെ ചെയ്യുക. അപ്പോൾ മാക്സിമം നമ്മൾ ക്വസ്റ്റ്യൻ പേപ്പർ രാവിലെ എഴുന്നേൽക്കുക, ഒരു 3 അവർ ടൈം സെറ്റ് ചെയ്തിട്ട് ഒരു ക്വസ്റ്റ്യൻ പേപ്പർ, പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ ഇങ്ങോട്ട് എടുക്കുക, അതങ്ങ് സ്റ്റാർട്ട് സോൾവിങ്. അതങ്ങ് സോൾവ് ചെയ്ത് കഴിയുമ്പോഴാണ് നമുക്ക് മനസ്സിലാവുന്നത് ഏതൊക്കെ ഏരിയയിലാണ് നമുക്ക് അറിവുള്ളത്, ഏതൊക്കെ ഏരിയയിലാണ് നമ്മൾ ലാക്ക് ചെയ്യുന്നത്. അപ്പം യു ഗോ ബാക്ക് ടു, ഇപ്പോൾ ഒരു ക്വസ്റ്റ്യൻ കിട്ടി സോൾവ് ചെയ്യാനുള്ള ക്വസ്റ്റ്യനാണ്. അപ്പോൾ നമുക്ക് ഇക്വേഷൻ ബുക്ക് ഉണ്ടല്ലോ, ഓൾറെഡി ഇക്വേഷൻ ബുക്കൊക്കെ നിങ്ങൾ ഉണ്ടാക്കി വെക്കണം. അതൊക്കെ പ്രീവിയസ് വീഡിയോയിൽ പറഞ്ഞിട്ടുള്ളതാണ്. അപ്പോൾ നിങ്ങൾ ഒരു ക്വസ്റ്റ്യൻ കിട്ടി, ഓക്കെ ആ ഇക്വേഷൻ ഞാൻ മറന്നുപോയി, ഉടനെ ഗോ ബാക്ക് ടു ദാറ്റ് ഇക്വേഷൻ. ആ ബുക്കും കൂടെ അടുത്ത് വെച്ചിട്ട് വേണം നിങ്ങൾ എക്സാം എഴുതാൻ. ആ ഇക്വേഷൻ ബുക്കിലേക്ക് പോവുക, ആ ഇക്വേഷൻ എവിടെയാണെന്നുള്ളത് മറിച്ച് നോക്കുക, ആ ഇക്വേഷൻ വെച്ചിട്ട് ഈ പ്രോബ്ലം സോൾവ് ചെയ്യുക. അങ്ങനെ നമ്മൾ ഇക്വേഷൻസ് ഒക്കെ നമ്മൾ കാണാതെ പഠിച്ചില്ലെങ്കിൽ പോലും 5 or 6 പ്രാവശ്യം നമ്മളിത് റെഫർ ചെയ്ത് ഒരു പ്രോബ്ലം സോൾവ് ചെയ്ത് കഴിയുമ്പോൾ നമ്മളത് തറവായിട്ടുണ്ടാവും. അല്ലാതെ ഒരു ഇക്വേഷൻ രാവിലെ മുതൽ വൈകുന്നേരം വരെ ഒരു 10 പ്രാവശ്യം വായിച്ചാലും ചിലപ്പോൾ നമ്മൾ മറന്നു പോകും. ബട്ട് ആ ഇക്വേഷൻ യൂസ് ചെയ്ത് നമ്മളൊരു പ്രോബ്ലം സോൾവ് ചെയ്ത് ആ ആൻസർ നമ്മുടെ ആൻസർ കീയുമായി ടാലി ചെയ്യുന്നുണ്ടെങ്കിൽ നമുക്കൊരു കോൺഫിഡൻസ് വരും. ആ മോഡലിൽ ഏതൊക്കെ ക്വസ്റ്റ്യൻസ് വന്നാലും നമുക്ക് ചെയ്യാനുള്ളൊരു കോൺഫിഡൻസ് ഉണ്ടാവും. നെഗറ്റീവ് മാർക്കിങ്ങിനെ കുറിച്ച് പലർക്കും നെഗറ്റീവ് മാർക്കിങ്ങിനെ കുറിച്ച് ഒരുപാട് ചിന്തകളൊക്കെ ഉണ്ട്. ശരിയാകുമോ, അങ്ങനെയുള്ള തിങ്കിങ് ഒക്കെ ഒഴിവാക്കിയിട്ട് നമ്മൾ ഫസ്റ്റ് ഓഫ് ഓൾ ഇരുന്ന് ആ പ്രോബ്ലംസ്, നമ്മുടെ ഒരു ക്വസ്റ്റ്യൻ പേപ്പർ ഫുള്ളായിട്ടങ്ങ് ചെയ്യുക. ചെയ്യാൻ പറ്റുന്നതൊക്കെ ചെയ്യുക, ചെയ്യാൻ പറ്റാത്തത് നമ്മൾ മാർക്ക് ചെയ്യുക. അതിനുശേഷം ഇതെല്ലാം ചെയ്ത് കഴിഞ്ഞിട്ട് നമ്മൾ ആൻസർ കീയുമായിട്ട് കമ്പയർ ചെയ്തിട്ട് എവിടെയൊക്കെയാണ് നമുക്ക് വീക്ക് പോയിൻറ്റ്സ്, അത് ആ സബ്ജക്റ്റിൻ്റെ, ഇപ്പോൾ കെമിസ്ട്രിയിലാണെങ്കിൽ കെമിസ്ട്രിയുടെ ഓർഗാനിക് കെമിസ്ട്രിയിലാണോ ഇന്ന ടോപ്പിക്കാണ് എനിക്ക് മനസ്സിലാവാഞ്ഞത്, എനിക്ക് ചെയ്യാൻ പറ്റുക, ആ പോർഷൻസ് ഒന്ന് പഠിക്കുക. അതുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണല്ലോ ഇത്, ആ ക്വസ്റ്റ്യൻ ആൻസർ, ആ ക്വസ്റ്റ്യൻ മാത്രം പഠിക്കുകയല്ല, അതുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങളും കൂടെ അങ്ങ് പഠിച്ച് വെക്കുക. അപ്പം നെക്സ്റ്റ് ടൈം അടുത്ത ക്വസ്റ്റ്യനിൽ ഇതുമായിട്ട് ബന്ധപ്പെട്ട് എന്ത് വന്നാലും നമുക്ക് ഏകദേശം ചെയ്യാനുള്ള ഒരു ഐഡിയ വരുന്ന മാതിരി നമ്മളത് പഠിച്ച് കവർ ചെയ്യുക. അതേപോലെയാണ് ചെയ്യേണ്ടത്. അതേപോലെ ചിലതൊന്നും അറിയത്തില്ല, ഓക്കെ അത് വിട്ട് കളയുക. അത് കഴിഞ്ഞ് ഡിസ്കഷൻ നോക്കുക. തീർത്തും നമുക്ക് മനസ്സിലാവാത്തതാണെങ്കിൽ ഒഴിവാക്കുക. മനസ്സിലാക്കാൻ പറ്റുന്ന ക്വസ്റ്റ്യൻസ് എല്ലാം നമ്മൾ ഇതുപോലെ ഡിസ്കഷൻ, നമ്മൾ 3 അവർ ക്വസ്റ്റ്യൻ പേപ്പർ ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ ഡബിൾ എങ്കിലും എടുത്ത് നമ്മൾ ഡിസ്കഷന് വേണ്ടിയിട്ട്, അതായത് അതിൻ്റെ ഡിസ്കഷൻ നോക്കുക, മനസ്സിലാക്കുക, ചെയ്യുക. അപ്പം നമ്മുടെ ഈ മനസ്സിൽ ഫുള്ളായിട്ട് ഈ ക്വസ്റ്റ്യൻസും ഇതിൻ്റെ ആൻസേഴ്സും ഇതിനെക്കുറിച്ചുള്ള തിങ്കിങ്, ചിലതൊക്കെ നമ്മൾ ഒട്ടും ചെയ്യാൻ പറ്റാത്തതൊക്കെ അല്ലെങ്കിൽ നമ്മൾ പഠിച്ച പോർഷൻ ആയിരിക്കും. പക്ഷേ ഈ ക്വസ്റ്റ്യൻ
പലതും ഹൈലി ഇൻഡയറക്റ്റ് ആയിട്ടുള്ള പ്രോബ്ലംസ്. അപ്പോൾ കെമിസ്ട്രി ഇൻഡയറക്റ്റ് ആയിട്ടുള്ള പ്രോബ്ലംസ് ഒക്കെയാണ് വരുന്നതെങ്കിൽ, കെമിസ്ട്രിയിലെ കാര്യമല്ല, ഫിസിക്സിലോ മാത്തമാറ്റിക്സിലോ ഒക്കെ അങ്ങനെയൊക്കെയാണ് വരുന്നതെങ്കിൽ നമ്മളൊന്ന് തിങ്ക് ചെയ്യുക. അതിന് മുമ്പ് നമ്മൾ അതിനെക്കുറിച്ച് കുറച്ചൊന്ന് തിങ്ക് ചെയ്തിട്ട് ഉറങ്ങാൻ പോവുക. ചിലപ്പോൾ രാവിലെ എഴുന്നേൽക്കുമ്പോൾ നമുക്ക് ആൻസർ ആയിട്ട് കിട്ടും. അപ്പോൾ നമ്മൾ എന്നും ഉറങ്ങാൻ പോകുമ്പം ഇതുപോലൊരു പ്രോബ്ലം മനസ്സിലിട്ടിട്ട് വേണം നമ്മൾ ഉറങ്ങാൻ പോകേണ്ടത്. അങ്ങനെ നമ്മുടെ രാവും പകലും എല്ലാം നമ്മുടെ മനസ്സിൽ ഫുള്ളായിട്ട് ഒരു ഫിലിമോ ഒരു റീലോ അല്ലെങ്കിൽ വേറെ ഒരു കാര്യവും നെഗറ്റീവ് തോട്ട്സ് ഒന്നും ആവരുത്. നമ്മുടെ ഇക്വേഷൻസ്, നമ്മുടെ പ്രോബ്ലംസ്, നമ്മുടെ സൊല്യൂഷൻസ്, നമ്മുടെ ടോപ്പിക്സ്, അതൊക്കെ ആയിരിക്കണം ഈ കണ്ടിന്യൂസ് ഈ അടുത്ത 3 മാസം നമ്മൾ എന്തുമാത്രം ഒരു കാര്യത്തിന് വേണ്ടി ടൈം സ്പെൻഡ് ചെയ്യുന്നു, അത്രയുമാണ് നമുക്ക് റിസൾട്ട് കിട്ടുന്നത്. ക്വാളിറ്റി ടൈം സ്പെൻഡ് ചെയ്യാന്ന് വെച്ചാൽ കുറേ നേരം ഇരിക്കുക, പുസ്തകത്തിന് മുൻപിൽ കുറേ നേരം ഇരിക്കുക, നമ്മുടെ ചിന്തയൊക്കെ വേറെ എന്തെങ്കിലും ആണെങ്കിൽ അത് ഒരു ക്വാളിറ്റി ടൈം അല്ല. അപ്പോൾ കുറേ നേരം നമുക്കൊരു ടോപ്പിക് പഠിക്കുക എന്ന് പറയുന്നതും ഇറ്റ്സ് ഓൾസോ ബോറിങ്. അപ്പോൾ നമ്മൾ എന്താ ചെയ്യുന്നത് വെച്ചാൽ ക്വസ്റ്റ്യൻ പേപ്പർ ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് മനസ്സിലാവും. നമ്മളൊരു എക്സാമിനൊക്കെ പോയി ചിലപ്പോൾ കണ്ടിട്ടില്ല, എക്സാമിന് പോയി നമുക്ക് അറിയാവുന്ന ഒരു സാധനമാണ്, പക്ഷെ നമുക്ക് ആ ലാസ്റ്റ് മൊമെൻറ്റിൽ എഴുതാൻ പറ്റിയില്ല. നമ്മൾ തിരിച്ച് വന്നാൽ ഇതൊന്ന് റെഫർ ചെയ്യുമ്പോൾ അയ്യോ ഇതായിരുന്നു എനിക്ക് അറിയാമായിരുന്നു, പക്ഷേ എനിക്കിത് അന്നേരം പറ്റിയില്ലല്ലോ, ആ ഒരു ആൻസർ നമ്മൾ ഒരിക്കലും പിന്നെ മറക്കത്തില്ല. അപ്പോൾ അതുപോലെ നമ്മൾ ക്വസ്റ്റ്യൻ എഴുതുമ്പോഴാണ്, ആ സമയത്ത് നമ്മുടെ ബ്രെയിൻ വർക്ക് ചെയ്യുമ്പോഴാണ് ആ ബ്രെയിൻ എത്രമാത്രം നമ്മുടെ ബ്രെയിനിനെ കൊണ്ട് നമ്മൾ ഈ 3 മാസം വർക്ക് ചെയ്യിക്കാൻ പറ്റും, അത്രമാത്രം നമുക്ക് റിസൾട്ട് കിട്ടും. അപ്പോൾ മാക്സിമം നിങ്ങളുടെ ബ്രെയിൻ വർക്ക് ചെയ്യാൻ തുടങ്ങട്ടെ. നിങ്ങൾ ഏറ്റവും കൂടുതൽ പ്രോബ്ലംസ് ചെയ്തുകൊണ്ടേയിരിക്കുക. അപ്പോൾ നമുക്ക് കെമിസ്ട്രിയാണ് കമ്പാരിറ്റീവ്ലി സിമ്പിളായിട്ടുള്ളൊരു സാധനം. കാരണം അതിൽ ഡയറക്റ്റ് ക്വസ്റ്റ്യൻസേ വരത്തുള്ളൂ. നമ്മളൊരു ടോപ്പിക് പഠിക്കുന്നു, അതിൻ്റെ തന്നെ അതിനകത്ത് ഇൻഡയറക്റ്റ് ആയിട്ട് പോകാൻ ഒരു 1% 2% ഒക്കെ ചാൻസ് ഉള്ളൂ. ബാക്കിയെല്ലാം ഡയറക്റ്റ് ക്വസ്റ്റ്യൻസ് ആയിരിക്കും. അപ്പോൾ ഏറ്റവും കൂടുതൽ നമുക്ക് മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റുന്നതും നെഗറ്റീവ് മാർക്കിംഗ് പഠിച്ചാൽ അത് തന്നെ നമുക്ക് ആൻസറിൽ ഉണ്ടാവുമല്ലോ, എഴുതാൻ പറ്റുന്നതും കെമിസ്ട്രിയാണ്. അപ്പം കെമിസ്ട്രിയിൽ മാക്സിമം അറ്റൻഡ് ചെയ്യുക. അതിൽ നെഗറ്റീവ് മാർക്കിങ്ങിനെ കുറിച്ച് ചിന്തയൊന്നും വേണ്ട, അറിയാവുന്നതാണെങ്കിൽ നമുക്ക് എല്ലാം എഴുതാവുന്നേ ഉള്ളൂ. പക്ഷേ മാത്തമാറ്റിക്സും ഫിസിക്സും വരുമ്പോൾ മാത്തമാറ്റിക്സാണ് നെക്സ്റ്റ്. അതിലും ഇതുപോലെ തന്നെ കുറേയൊക്കെ ഡയറക്റ്റ് ആയിരിക്കും, പലതും ഇൻഡയറക്റ്റ് ആയിരിക്കും, നമുക്ക് അറിയാൻ പറ്റാത്ത കാര്യങ്ങളൊക്കെ ആയിരിക്കും. അപ്പോൾ അത് നമ്മൾ സോൾവ് ചെയ്താലേ ഉത്തരം കിട്ടത്തുള്ളൂ. ചിലപ്പോൾ 2-3 പോയിൻറ്റ്സ് ഒക്കെ കണക്ട് ചെയ്തിട്ടായിരിക്കും. അപ്പോൾ ഓരോ സാധനം നമ്മൾ അതിൻ്റെ കോൺസെപ്റ്റ് 2-3 കോൺസെപ്റ്റ്സ് ഒക്കെ കമ്പൈൻ ചെയ്തിട്ടുള്ള കാര്യങ്ങളൊക്കെ ചിലപ്പോൾ വരാം. അപ്പോൾ അതൊക്കെ നമ്മൾ കുറച്ച് ആലോചിച്ച് ചെയ്യണം. അപ്പോൾ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്നതൊക്കെ ചെയ്തു പോവുക. ബാക്കിയുള്ളത് നമ്മൾ കോൺസെപ്റ്റ്സ് ഒക്കെ പഠിച്ച് വയ്ക്കുക. ഒരു കാര്യം പഠിക്കുമ്പോൾ അതിൻ്റെ കോൺസെപ്റ്റ് എന്താണ്, ഇതിൻ്റെ പിന്നിലുള്ള കോൺസെപ്റ്റ് അത് പഠിച്ച് വയ്ക്കുക. പിന്നെ അതിൻ്റെ ഇക്വേഷൻസ് പഠിക്കുക, അതുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള പ്രോബ്ലംസ് ചെയ്യുക. ഇത് 3 കാര്യങ്ങളെ നമുക്കിനി ചെയ്യാനുള്ളൂ. ഇത് ചെയ്തുകൊണ്ടേയിരിക്കുക. അപ്പോൾ ഫിസിക്സിലും മാത്തമാറ്റിക്സിലും നമുക്ക് ഫിസിക്സ് കുറച്ചുകൂടെ ആപ്ലിക്കേഷൻസ് ഉള്ള ഒരു സാധനമാണ്. എല്ലാവർക്കും എല്ലാം ഒന്നും അറ്റംപ്റ്റ് ചെയ്യാൻ പറ്റത്തില്ല. അപ്പോൾ എല്ലാം അറ്റംപ്റ്റ് ചെയ്തില്ല എന്ന് പറഞ്ഞാൽ നിങ്ങൾ വിഷമിക്കേണ്ട കാര്യമില്ല. നിങ്ങൾക്കറിയാവുന്നത് കറക്റ്റാണെന്ന് ഒരു 80% 90% ഷുവർട്ടി ഉള്ള പ്രോബ്ലംസ് എല്ലാം ചെയ്ത് പോവുക. അപ്പം കിട്ടത്തില്ലെന്ന് പറയുന്നത് വെറുതെ കറക്കി കുത്താനൊന്നും നിൽക്കണ്ട. നിങ്ങൾക്കത് പഠിക്കാൻ പറ്റുന്നതെങ്കിൽ പഠിക്കുക, ഇല്ലാത്തത് വിട്ടേക്കുക. അപ്പോൾ പറ്റാവുന്ന മാക്സിമം അറ്റംപ്റ്റ് ചെയ്തിടുക. അങ്ങനെ ഇപ്പോൾ ചിലപ്പോൾ ചിലരുണ്ട് എക്സാം ഹോളിൽ ചെയ്യുമ്പോഴേക്കും തൊട്ടടുത്തിരിക്കുന്നവൻ കുറേ കറപ്പിക്കുന്നു, അപ്പോൾ എനിക്ക് അത്രയും നമ്പർ കിട്ടുന്നില്ല, അവനോട് നോക്കുമ്പോൾ അവന് ഒരുപാട് ചെയ്യുന്നു, അപ്പോൾ ഞാനും എന്നാൽ കുറേ എണ്ണം അറിയാത്തതൊക്കെ കുറേ എണ്ണം കറക്കി കുത്തി എഴുതിയേക്കാം. അങ്ങനെയൊന്നും വിചാരിക്കരുത്. തീരെ ഒന്നും പഠിക്കാത്തവരാണെങ്കിൽ കറക്കി കുത്തുക. അല്ലാത്തവർ അറിയാവുന്ന മാത്രം ചെയ്യുക. നെഗറ്റീവ് മാർക്കിങ്സ് ഏറ്റവും കുറയ്ക്കാൻ പറ്റും, അത്രയും നല്ലതാണ്. കാരണം അല്ലെങ്കിൽ നമ്മൾ പഠിച്ചതിൻ്റെ മാർക്കും കൂടി ഈ നെഗറ്റീവിൽ നിന്ന് അങ്ങ് പോകും. അപ്പോൾ നിങ്ങൾക്ക് ഓൾമോസ്റ്റ് ഷുവറായിട്ടുള്ള സാധനങ്ങൾ തന്നെ അറ്റംപ്റ്റ് ചെയ്യുക. അപ്പോൾ ഈ ക്വസ്റ്റ്യൻ പേപ്പർ ചെയ്യുമ്പോഴാണ് നമുക്ക് ഐഡിയ കിട്ടുന്നത്. ക്വസ്റ്റ്യൻ പേപ്പർ ചെയ്യുമ്പോഴാണ് നമുക്ക് പഠിക്കാനുള്ളൊരു മോട്ടിവേഷനും കിട്ടുന്നത്. അപ്പോൾ രാവിലെ എഴുന്നേൽക്കുമ്പോൾ തന്നെ നിങ്ങൾ ഓരോരോ ക്വസ്റ്റ്യൻ പേപ്പറുമായിട്ട് അങ്ങോട്ട് ഇരിക്കുക. അല്ലെങ്കിൽ ഫ്രണ്ട്സ് ഉണ്ടെങ്കിൽ ഫ്രണ്ട്സുമായിട്ട് ചേർന്ന് 3 മണിക്കൂർ ഇരിക്കുക. അവരുമായിട്ട് ചേർന്ന് ഇപ്പം നമുക്ക് കെമിസ്ട്രി നന്നായിട്ട് അറിയാം, വേറൊരാൾക്ക് ഫിസിക്സാണ് അറിയാവുന്നതെങ്കിൽ അവൻ്റെ കൂടെ പോയിരുന്ന് ഷെയറിങ്, അവന് ഫിസിക്സ് പറഞ്ഞു കൊടുക്കുക, എനിക്ക് കെമിസ്ട്രി പറഞ്ഞു തരിക, അങ്ങനെയുള്ള രീതിയിൽ. ഇനിയിപ്പോൾ അങ്ങനെ ചെയ്ത് 2 പേർക്കും ഒന്നും അറിയത്തില്ലെങ്കിൽ അങ്ങനെ ഒരു സാധനത്തിനെ പോകാതിരിക്കുക. നമുക്ക് യൂട്യൂബ് വീഡിയോസ് ഉണ്ട്, ചാനൽസ് ഉണ്ട്, പുസ്തകങ്ങളുണ്ട്. NCERTC ചിലപ്പോൾ എല്ലാവരും വായിച്ചാൽ ആർക്കും മനസ്സിലാവണമെന്നില്ല. ഇൻഡയറക്റ്റ് ആയിട്ട് നമുക്ക് പെട്ടെന്ന് ഒരു പിള്ളേർക്ക് ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു രീതിയിലൊന്നും അല്ല NCERTCയിൽ അതിനകത്ത് എല്ലാം കൊടുത്തത്. കാര്യങ്ങളെല്ലാം NCERTC സാധനങ്ങൾക്ക് തന്നെയാണ് വരുന്നത്, പക്ഷേ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള രീതിയിലല്ല അതിൻ്റെ പ്രസൻറ്റേഷൻ ഉള്ളത്. എല്ലാവർക്കും പെട്ടെന്ന് വായിച്ചാൽ മനസ്സിലാവണമെന്നൊന്നുമില്ല. അപ്പോൾ അതുകൊണ്ട് ഇത് യൂട്യൂബ് വീഡിയോസ് നോക്കിയിട്ട് ഇതിൽ മാത്രം കോൺസെൻട്രേറ്റ് ചെയ്യുക. വേറെ ഇതിലേക്ക് നിങ്ങൾ പോകാതിരിക്കുക. അതിൻ്റെ ആൻസർ കണ്ടുപിടിക്കുക, അതിൻ്റെ എക്സ്പ്ലനേഷൻ നോക്കുക. ഇല്ലെങ്കിൽ നിങ്ങൾക്ക് വല്ല സാറുമാരുണ്ടെങ്കിൽ, അറിയാവുന്ന ആൾക്കാരുണ്ടെങ്കിൽ അവരോട് ചോദിച്ച് മനസ്സിലാക്കുക. പക്ഷേ ഇപ്പോൾ ഓൾറെഡി എല്ലാവർക്കും എല്ലാം അവൈലബിൾ ആണ്. ടെക്സ്റ്റ് നോക്കിയാൽ തന്നെ എക്സ്പ്ലനേഷൻ ഉള്ള ബുക്സൊക്കെ ഉണ്ടാവും, ഗൈഡ്സ് ഉണ്ടാവും. അപ്പോൾ അത് വെച്ചിട്ട് നിങ്ങൾ മാക്സിമം ക്വസ്റ്റ്യൻ പേപ്പർ ചെയ്തുകൊണ്ടേയിരിക്കുക.
മാക്സിമം ചെയ്ത് നെഗറ്റീവ് മാർക്കിങ്സ് ചെയ്യാത്ത ഒരു അവസ്ഥയിലേക്ക് നമ്മൾ അറിയാത്തത് വിട്ടുകളയുക. പിന്നെ അത് കഴിഞ്ഞ് നമ്മൾ ഒരു റൗണ്ട് എല്ലാം ചെയ്ത് കഴിഞ്ഞിട്ട് ഇതിനെക്കുറിച്ച് ആലോചിച്ച് ചെയ്യാൻ പറ്റുമെങ്കിൽ ചെയ്യുക. അപ്പോൾ മാക്സിമം നമ്മൾ തിങ്ക് ചെയ്യുക, ഡിസ്കഷനിലേക്ക് ഓടി പോകാതെ നമ്മൾ പഠിച്ച ടോപ്പിക്കാണെങ്കിൽ, അല്ലാത്തതാണെങ്കിൽ ശരി ഡിസ്കഷൻ നോക്കുക, ആ ടോപ്പിക് പഠിക്കുക. പക്ഷേ നമ്മൾ പഠിച്ചൊരു ടോപ്പിക്കിൽ നിന്ന് നമുക്ക് ചെയ്യാൻ പറ്റുന്നില്ലെങ്കിൽ മാക്സിമം നമ്മൾ തിങ്ക് ചെയ്യുക. ഞാൻ പറഞ്ഞ പോലെ അത് തിങ്ക് ചെയ്തിട്ട് നിങ്ങൾ ഉറങ്ങുക. രാവിലെ ആൻസർ വേട്ട് എഴുന്നേക്കുക. നമ്മുടെ ബ്രെയിനിന് വർക്ക് കൊടുത്തിട്ട് നമ്മൾ ഉറങ്ങിക്കോളുക. ചിലപ്പോൾ ഉറങ്ങി എഴുന്നേൽക്കുമ്പം ചെയ്യുക. അപ്പോൾ പിന്നെ ചെയ്യാൻ പറ്റുന്ന മിസ്റ്റേക്സൊക്കെ ഇപ്പോൾ ചെയ്ത് തീർക്കുക. എക്സാമിനേഷൻ ഹോളിൽ നമുക്ക് മിസ്റ്റേക്ക് വരുത്താൻ നമുക്ക് സമയമില്ല, നമുക്ക് അതിനൊരു ഓപ്ഷൻ ഇല്ല. അപ്പോൾ അതുകൊണ്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന എല്ലാ തെറ്റുകളും ഇപ്പോൾ ചെയ്ത് തീർക്കുക. എല്ലാം തെറ്റിക്കോട്ടെ, സാരമില്ല, നമ്മൾ ചെയ്യുക, തെറ്റുക, കറക്റ്റ് ചെയ്യുക. ചിലപ്പോൾ അപ്പോൾ എവിടെയാണ് നമുക്ക് തെറ്റിയതെന്നും കൂടെ നമ്മൾ വേണമെങ്കിൽ നോട്ട് ചെയ്യുക. കാരണം ആ തെറ്റ് പിന്നെ റിപ്പീറ്റ് ചെയ്യരുത്. ചിലപ്പോൾ ചിലർക്ക് സിമ്പിൾ ആഡ് ചെയ്യുന്നതിൽ ടെൻഷൻ കൂടിയിട്ട് ആഡ് ചെയ്യുന്നതിൽ, മൾട്ടിപ്ലിക്കേഷനിൽ പോയിൻ്റ് അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റുന്നതിൽ, സിമ്പിൾ നിങ്ങളുടെ യൂണിറ്റ്സ് കീം എന്ന് പറഞ്ഞാൽ അത്ര വലിയ ടഫായിട്ടുള്ളൊരു എക്സാമൊന്നുമല്ല. പക്ഷേ അപ്പോൾ നിങ്ങൾ ഒരു ക്വസ്റ്റ്യനിൽ തന്നെ നിങ്ങളുടെ റാങ്ക്സ് 1000s അല്ലെങ്കിൽ 100s ഓഫ് റാങ്ക്സ് നിങ്ങളെ കയറ്റാൻ പറ്റും. അപ്പോൾ നിങ്ങൾ എന്തുമാത്രം പ്രിപ്പയർ ചെയ്യുന്നു അത്രമാത്രം നിങ്ങൾക്ക് ടോപ്പ് റാങ്കിൽ ചിലപ്പോൾ ടോപ്പ് 100 ടോപ്പ് 50 ഒക്കെ വരാനായിട്ട് ഒരുപാട് സ്ട്രൈവ് ചെയ്യേണ്ടി വരും. പക്ഷേ നിങ്ങളൊരു 20,000-ൽ നിന്ന് 10,000-ലേക്ക് വരാൻ നിങ്ങൾക്ക് വളരെ ചെറിയ എഫേർട്ട് മതി. അപ്പോൾ അതുകൊണ്ട് നിങ്ങളുടെ 1, 1, 2, 10 അശ്രദ്ധ കൊണ്ട് ഈ പറഞ്ഞ പോലെ റാങ്ക് ടപ്പേന്ന് പറഞ്ഞാൽ താഴേക്ക് വരും. അപ്പോൾ നിങ്ങൾ പ്രിപ്പയർ ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഉറപ്പായിട്ട് മാക്സിമം ക്വസ്റ്റ്യൻ പേപ്പർ ചെയ്യുക. അപ്പോൾ ആ പ്രിപ്പറേഷനും ഒരു കോൺഫിഡൻസും ഒക്കെ നമുക്ക് വരും. പിന്നെ മസ്റ്റായിട്ട് നിങ്ങൾ യാതൊരു നിങ്ങൾ എന്തൊക്കെ പഠിച്ചോ അതുകൊണ്ട് മുന്നോട്ട് പോവുക. അത് നിങ്ങളുടെ ഈ നെഗറ്റീവ് തിങ്കിങ് കൊണ്ട് നിങ്ങൾക്ക് 1 ഇഞ്ച് പോലും മുന്നോട്ട് പോകാൻ പറ്റത്തില്ല, ബാക്കിലേക്ക് നിങ്ങൾ അടിക്കത്തുള്ളത്. അതുകൊണ്ട് ആര് പറയുന്നത് മൈൻഡ് ചെയ്യേണ്ട. പലരും അവിടുന്ന് പല ഡയലോഗ്സ് പറയുന്നുണ്ടാവും. നമ്മൾ അതിനെക്കുറിച്ച് ഒന്നും ഇവനൊന്നും കാര്യമില്ല എന്നൊക്കെ പലതും നമ്മൾ അതിനെക്കുറിച്ച് ഒന്നും തിങ്ക് ചെയ്യേണ്ട. മാക്സിമം ക്വസ്റ്റ്യൻ പേപ്പർ ചെയ്യുക, അറിയാത്ത പോർഷൻസ് ബാക്കിലേക്ക് പോവുക, നമ്മുടെ നോട്ട്സ് എടുക്കുക, അല്ലെങ്കിൽ അതിൻ്റെ വീഡിയോസ് കാണുക, അതിൻ്റെ കാര്യങ്ങൾ നോക്കുക, അത് ആ പോർഷൻസ് പഠിക്കുക, മുന്നോട്ട് പോവുക. സോ ദാറ്റ് ഈസ് എ മെയിൻ തിങ്. പിന്നെ അത് കഴിഞ്ഞ് പിന്നെ എനിക്ക് എന്തെങ്കിലും പറയാനുണ്ടോ? ഇത്രയൊക്കെ കാര്യങ്ങളാണ് ഞാൻ ഉദ്ദേശിച്ച പോയിൻറ്റ്സ് എല്ലാം ഞാൻ പറഞ്ഞു എന്നാണ് വിചാരിക്കുന്നത്. പിന്നെ ഞാൻ പറയട്ടെ, ഇത് അധികം നിങ്ങൾ ഷെയർ ചെയ്യാനൊന്നും നിൽക്കണ്ട. നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക, നിങ്ങൾ മാത്രം ഇത് ചെയ്യുക. കാരണം ഇതൊരു ഹൈലി കോമ്പറ്റീറ്റീവ് എക്സാമാണ്. അപ്പം മറ്റൊരാളെക്കാളും കൂടുതൽ നമുക്ക് മാർക്സും കാര്യങ്ങളൊക്കെ സ്കോർ ചെയ്യണം. അപ്പോൾ നിങ്ങളുടെ അടുത്ത് തന്നെ ഇത് ഇരിക്കട്ടെ. നിങ്ങൾ നന്നായിട്ട് പഠിക്കുക. ഇനി നിങ്ങൾക്ക് എന്തെങ്കിലും അഡീഷണലി നിങ്ങൾക്ക് അറിയണമെങ്കിൽ, ഇതിനെക്കുറിച്ച് എന്തെങ്കിലും ഇങ്ങനെയുള്ള വീഡിയോസ് നിങ്ങൾക്ക് താല്പര്യമുണ്ടോ, അതോ ഇറ്റ്സ് വെരി ബോറിംഗ് എന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ, അതുകൊണ്ട് കമൻറ്റ് അടിച്ച് ചെയ്യുക. ഞാനും ഒരു ഫസ്റ്റ് ടൈമാണ് ഇങ്ങനെ ഒരു അറ്റംപ്റ്റ് ഒക്കെ ചെയ്യുന്നത്. പാർവതിയുടെ ചാനലിൽ ഞാൻ കുട്ടികൾക്ക് കുറച്ചുകൂടെ ഒരു മോട്ടിവേഷൻ കിട്ടട്ടെ, അല്ലെങ്കിൽ കുറച്ചുകൂടെ അവർക്കൊരു ഗൈഡൻസ് കൊടുക്കാം എന്നുള്ള രീതിയിലാണ് ഇങ്ങനെയുള്ള വീഡിയോസ് ഇടുന്നത്. അപ്പോൾ ഈ ടൈപ്പ് വീഡിയോസ് നിങ്ങൾക്ക് ഇനിയും താല്പര്യമുണ്ടെങ്കിൽ നിങ്ങളുടെ കമൻറ്റിനനുസരിച്ച് ഞാൻ ഇനിയും വീഡിയോസ് ഇടുന്നതായിരിക്കും. കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു വെരി മച്ച്.